ഇവിടെ 6:15 കേട്ടോ രാവിലെ. ഇപ്പം നേരത്തെ സമയം, അതായത് നമ്മുടെ ഈ സാറ്റർഡേ മുതൽ ഡേ ലൈറ്റ് ചേഞ്ചായി. ഡേ ലൈറ്റ് സേവിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പൊട്ട സംഭവം. അപ്പം കഴിഞ്ഞ ദിവസം വരെ ഇത് 5 മണിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് 6 മണിയാണ്. ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ ഇതിൻ്റെ സ്റ്റാൻഡ്. There I go. അപ്പം രാവിലെ 6:15, 6:16. അപ്പം 4 മണിക്ക് എണീക്കേണ്ട ഞാൻ 3 മണിക്ക് എണീക്കണം. അതാണ് അവസ്ഥ. എണീറ്റോ, ഉറക്കം ശരിയായില്ല. കുളിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് കമ്പ്യൂട്ടറൊക്കെ ലോഗിൻ ചെയ്ത് വിളക്കൊക്കെ കത്തിച്ചിട്ട് ആ കൗച്ചിൽ കയറി 1 മണിക്കൂർ പിന്നെയും കിടന്നുറങ്ങി. ഇനി കിടന്നാൽ ശരിയാവത്തില്ല. അപ്പോൾ എണീറ്റു. എന്തായാലും ലൈക്ക് എൻ്റെ പരിപാടി തുടങ്ങാൻ പോവുകയാണ്. രാവിലത്തെ ടിഫിനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് എന്ത് പരിപാടിയായിട്ട് വരണമെന്ന് ആലോചിക്കുവാണ്. കാരണം ഒരാഴ്ച ബ്രേക്ക് എടുത്തില്ലേ ഞാൻ, ഒന്നും ചെയ്യാണ്ട്. മനസ്സിനകത്തൊരു ഐഡിയ ഉണ്ട്. ഒരു എന്താ മുരിങ്ങയില കുറച്ച് ബാക്കിയുണ്ട് എൻ്റെ അടുത്ത്. അത് ഞാൻ ഡീപ്പ് ഫ്രീസറിൽ ഞാൻ എടുത്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പൊടി ലൈക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ചമ്മന്തിപ്പൊടി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ആന്ധ്രയിൽ ഇതുപോലത്തെ കുറേ പൊടികളുണ്ട്. ചോറിൻ്റെ കൂട്ടത്തിൽ ആദ്യം ലൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ 1 സ്പൂൺ പൊടി ഇട്ടിട്ട് കുറച്ച് നെയ്യ് ഇട്ടിട്ട് അത് കഴിക്കും, എന്തെങ്കിലും ടൈപ്പ് പൊടി. അപ്പോൾ അതുപോലത്തെ ഒരു പൊടിയാണ് ചെയ്യുന്നത്. അതിന് തെലുങ്കിൽ പറയുന്ന പേര് മുണുകാക്കു കാരപ്പൊടി. അപ്പം അത് എങ്ങനെ ചെയ്യും എന്ന് ഇന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്ന് വൈകിട്ടുള്ള എൻ്റെ യൂഷ്വൽ ഡെയിലി വ്ളോഗ്സിൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഐറ്റം അതൊരെണ്ണമാണ്. അതായിരിക്കും ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നേരം വെളുക്കുന്ന കേട്ടോ. ഇനിയിപ്പം പെട്ടെന്ന് സൂര്യനൊക്കെ ഉദിക്കാൻ തുടങ്ങും. അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കേ പിന്നെ എൻ്റെ പീസ് ലില്ലി ആ കാണുന്നത് വാടിയിരിക്കുക. അപ്പോൾ അതൊന്ന് നനച്ചു കൊടുക്കണം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മൊത്തത്തോടെ എടുത്തുകൊണ്ടായിട്ട് പൈപ്പിൻ്റെ മൂട്ടിൽ വെച്ചിട്ട് കുറച്ച് നേരം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കൊണ്ടവിടെ വയ്ക്കും. അപ്പോൾ ഇതൊക്കെ കാണിക്കാനാണ് ഇന്നത്തെ എൻ്റെ ഡെയിലി വ്ളോഗിൽ ഞാൻ വരാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ്. ഏതായാലും ഞാൻ അതുകൊണ്ട് ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ട് വെള്ളം. അപ്പോൾ ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റാവും. എല്ലാം കൂടി വാടി ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൈപ്പിൻ്റെ മൂട്ടിൽ കൊണ്ട് അതുപോലെ ഒന്ന് വെള്ളം നനച്ചിട്ട് കൊണ്ടൊന്ന് വെച്ചിരിക്കാം. കാണിച്ചു തരാം. സി ഹൗ ഇറ്റ് ലുക്സ്. അപ്പോൾ ഇതൊക്കെ കണ്ടോ ഇങ്ങനെ വാടിയിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിവർന്ന് വരും. വെള്ളം ഒട്ടും ഇല്ലാണ്ടാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിപ്പോവും. ഇനി ഞാൻ വിളക്കൊക്കെ അണച്ചിട്ട് എൻ്റെ പരിപാടി, ഓഫീസ് പരിപാടിയിലേക്ക് തുടങ്ങണം. തിരിയെല്ലാം താഴ്ത്തി വയ്ക്കാൻ പോവുക. എന്തെങ്കിലുമൊക്കെ എന്നെ അനുഗ്രഹിക്കും ദൈവം. ആ ഒരു പ്രതീക്ഷയില്ല എന്നും ജീവിതം ഓടുന്നത്. കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറേ ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങളൊക്കെ ഭയങ്കരമായ ആഗ്രഹങ്ങളാണ്. എല്ലാം സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒത്തിരി ആഗ്രഹങ്ങൾ സാധിക്കാന്ന് വെച്ചാൽ നമ്മൾ തന്നെ അതിനെ അധ്വാനിക്കണം. ഒറ്റപ്പോട്ടിൽ ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ആയിട്ട് ഞാൻ ആരെയും വിഷ് ചെയ്തില്ലല്ലോ. ഹാപ്പി ഇൻ്റർനാഷണൽ വിമൻസ് ഡേ. നമ്മുടെ അതിൻ്റെ കളർ എന്താണെന്ന് അറിയാം. പർപ്പിൾ, ഗ്രീൻ, വൈറ്റ് വിമൻസ് ഡേയുടേത്. പക്ഷേ എനിക്ക് വൈറ്റ് ഇടാറുണ്ട്. എൻ്റെ സ്കേർട്ടിൽ കുറച്ച് കളേഴ്സ് ഉണ്ട്. ഗ്രീനും ലൈക്ക് എ കൈൻഡ് ഓഫ് ബ്രൗൺ ആർട്ട് പാറ്റേൺ. സോ ഈ സ്കേർട്ടിൽ ബട്ട് പർപ്പിൾ എന്ന് പറഞ്ഞ സംഭവമില്ല. ഇനി പർപ്പിൾ എവിടെയെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു റിബണോ എന്തെങ്കിലും എടുത്തിട്ട് വെക്കണം.
കയ്യിലില്ല. ബട്ട് സ്റ്റിൽ ഐ എം വിഷിങ് എവ്രി വൺ ഹാപ്പി ഇൻ്റർനാഷണൽ വിമൻസ് ഡേ. കഴിഞ്ഞു, ഇന്നലെ ആയിരുന്നു മാർച്ച് 8. ഇന്നിപ്പം എത്രയായ സമയം? നമ്മുടെ 9 ഒരു ദിവസം ഡിലേ ആയി, ബിലേറ്റഡ്. ഇന്നലെ കിടന്ന് ഉറക്കമായിരുന്നു. സാറ്റർഡേ സൺഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഉറക്കമായിരിക്കും. ഭയങ്കര ലേസിയാണ് ഞാൻ, അല്ലെങ്കിൽ ലേസിയാണ് ഇത് 2 ദിവസം വരാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ വിഷസ് ഞാൻ എല്ലാ വനിതകൾക്കും അറിയിക്കുന്നു. സ്റ്റേ ഹാപ്പി. പീസ് ലില്ലിയുടെ അവസ്ഥ കണ്ടോ? ഉച്ചയായപ്പോഴത്തേക്ക് ചെറുതായിട്ട് ഇവിടെ നേരത്തെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ബെൻഡായിരുന്നു, ഇപ്പം എന്താ മേളിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറച്ച് നിവർന്നോളും, വെള്ളം അത്രയും കയറുമ്പോഴത്തേക്ക്. ഞാൻ ഈ ചെടിച്ചട്ടി അതുപോലെ കൊണ്ടുപോയിട്ട് ഇളക്കാണ് ചെറുതായത് കൊണ്ടുപോയിട്ട് പൈപ്പിൻ്റെ മൂട്ടിൽ തുറന്നു വയ്ക്കും. പൈപ്പിൽ തണുത്ത വെള്ളം, ചൂടുവെള്ളമല്ല, രണ്ടും വരും നമുക്ക്. അപ്പം തണുത്ത വെള്ളം ഒന്ന് കംപ്ലീറ്റ് ഡ്രെയിനായി ജസ്റ്റ് ആ മണ്ണില്ലേ അതൊന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് ഇലകളുടെ മുകളിലൊക്കെ ഇങ്ങനെ വെള്ളം കിടക്കും. 1 വീക്ക് നനയ്ക്കണ്ട കേട്ടോ. വാങ്ങിച്ച് എനിക്കൊരു കുട്ടി ഗിഫ്റ്റ് വന്നതാണ്. ഇത് കൊണ്ടിവിടെ വെച്ചപ്പോൾ കുറേ വൈറ്റ് ഇതുപോലെ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇത് പ്ലാസ്റ്റിക് ആണെന്ന്. ചുമ്മാ ശരിക്കുള്ളത് ലൈഫുള്ളതാണോ എന്നും ഇല്ല, അറിയത്തില്ലായിരുന്നു. കേട്ടറിവില്ല ചെടികളെ കുറിച്ചൊന്നും. ഇന്ന് വെട്ടമുണ്ട്, പക്ഷെ ഭയങ്കര തണുപ്പാണ്. ഇന്നലെയൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു ഈ ഏരിയയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ മുരിങ്ങ ഇലയുടെ ഇലയും വെച്ചിട്ട് പൊടി ഉണ്ടാക്കാനായിട്ട് വന്നിരിക്കുകയാണ്, ചമ്മന്തിപ്പൊടി. അപ്പം അതിന് വേണ്ടത് എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളത് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യം മെയിൻ ഇത് മുരിങ്ങയില. അതൊന്നും അടങ്ങിയില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് അത് നോക്കിയത്. മുരിങ്ങയില നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ആവശ്യം ഇടക്കാലത്ത് ഞാൻ ഒരിക്കൽ ഇതിൻ്റെ കുറച്ചൊരു ഇതുണ്ടാക്കിയായിരുന്നു. അപ്പം ബാക്കി വന്ന ഇല കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അത് കഴുകിയിട്ട് ഡ്രൈ ചെയ്തിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈവൻ ഫ്രോസൺ ആണെങ്കിൽ പോലും കുറച്ച് ഈർപ്പം ഉണ്ടാവും കേട്ടോ. അത് നന്നായിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ, ഞാൻ 3 തരം പരിപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. ഇതിൽ ചന്നാ ദാൽ, സാമ്പാർ പരിപ്പില്ലേ അതൊരിടാം. പിന്നെ സംസാരിക്കാൻ സമ്മതിക്കില്ല. പിന്നെ ഉഴുന്നു. ഇതിനോടൊപ്പം മല്ലി, മുളക്, വെളുത്തുള്ളി, കായം, ഇച്ചിരി പുളിപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ജീരകം വേണമെങ്കിൽ ഇടാം, ആവശ്യമുണ്ടെങ്കിൽ. അതുപോലെ എള്ള് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോകാം. പക്ഷെ ഇപ്പം ഞാൻ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുളക് തികയത്തില്ല, എരിവ് കുറച്ച് കൂടുതൽ വേണം, എങ്കിലും നമുക്ക് പൊടി കഴിക്കുമ്പോഴത്തേക്കില്ല നല്ല നല്ല ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്തുള്ള പിരിയമുളക് ഇത്രയേ ഉള്ളൂ. അതിനോടൊപ്പം ഞാൻ പൊടിയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ധാന്യങ്ങളും ഒരുമിച്ച് എടുത്ത മെഷർമെൻറ്റിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ചെറിയൊരു തീയിൽ അത് ലോ ഫ്ലെയിമിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഉഴുന്ന്, സാമ്പാർ പരിപ്പ്, ചനാ ദാൽ 3 മതി. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇല ഇട്ട് കൊടുക്കാം. ഇത് കുറേ ദിവസത്തേക്ക് ഇങ്ങനെ നിൽക്കും കേട്ടോ. നമ്മൾ കുറേ മെഷർമെൻറ്റ് എടുക്കുവാണെങ്കിൽ, ഇപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, എന്നാലും ഓടും നമുക്ക് വീട്ടിലേക്ക്. നമ്മുടെ 3 പേർക്ക് ഈ വീട്ടിൽ 3 പേർക്കും ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. ഈ പൊടികൾ എങ്ങനെ ഉണ്ടാക്കിയാലും ഇഷ്ടപ്പെടും. അതിൽ ഇലയിടോ ഇടാതെയോ. ഇപ്പം ഇരിക്കുന്ന മുരിങ്ങയിലയ്ക്ക് പകരം കരിവേപ്പില ഇഷ്ടമാത്രം ഉണ്ടെങ്കിൽ അതും ചെയ്യാം. മല്ലിയില ഉണ്ടോ അതും വെച്ചുണ്ടാക്കാം, അവനവൻ്റെ ഇഷ്ടം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കിത് സ്മെല്ല് കിട്ടല്ല. എല്ലാ സെൻസസും ഓപ്പൺ ചെയ്ത് വയ്ക്കും, കണ്ണ് തുറന്ന് വയ്ക്കും, കരിഞ്ഞു പോവാണ്ട്. അതുപോലെ മണം മാറുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലാവും ഏതാണ്ട് കുക്കായി തുടങ്ങിയെന്നുള്ളത്. ഇനി
ഇലയിൽ ഇച്ചിരി ഈർപ്പമുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഫ്രീസറിനകത്ത് എടുത്ത് വെക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഇത് വരും. എനിക്ക് പിന്നെ ഇത് ഡ്രൈ ആക്കാനായിട്ട് ഒരു പേപ്പറിലിട്ട് വെച്ചിട്ട് വെയിലത്ത് കൊണ്ട് വയ്ക്കാനുള്ള ഇതൊന്നും ആ ഒരു ഇതില്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് ഇതിൽ തന്നെ ഇട്ടിട്ട് അതിൻ്റെ ചൂട് ചെറിയ തീയിൽ ഇങ്ങനെ വാട്ടി വാട്ടി എടുക്കുവാണ്. കുറേ ഇല ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ എത്ര ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നല്ലതായിട്ടോ ഇത് സാധനങ്ങൾ. ഇലയൊക്കെ വെച്ചിട്ട് പൊടിച്ച് വെച്ചിട്ട് കഴിക്കുവാണെങ്കിൽ. കോമ്പിനേഷൻ പച്ചരി ചോറാണ്. ചെമ്പാവരിക്ക് മാച്ചാവുമെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും വീട്ടിൽ പച്ചരി ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ട് ചൂട് ചോറിൽ നെയ്യ് ഇട്ടിട്ട് ഈ പൊടി വെച്ചിട്ട് ഫസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കും, 1-2 ഉരുള, ഇഷ്ടപ്പെടും. പിന്നെ ചമ്മന്തിപ്പൊടി, അതായത് ചമ്മന്തിപ്പൊടി അല്ലല്ലോ, നമ്മളെന്താ ഈ മുളക് പൊടി എന്താ പറയുന്നത്, ഈ ഇഡ്ലിക്കൊക്കെ എടുക്കുന്നത്. ഇൻ കേസ് വീട്ടിനകത്ത് മറ്റേത് തീരുവാണെങ്കിൽ അതൊക്കെ സാധനങ്ങൾ തന്നെയാണ് ഇടുന്നത്. ഉഴുന്നൊക്കെ ഇല അഡീഷണൽ ഇടുന്നതേ ഉള്ളൂ. ഇഡ്ഡലി ദോശ ഇതിനൊക്കെ എടുക്കുമ്പോൾ 1 സ്പൂൺ വെച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ നെയ്യിട്ടിട്ട് അതൊന്ന് ചാലിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. എം ടേസ്റ്റ് അതൊക്കെ. ഇലയുടെ ഒരു മുരിങ്ങയിലയുടെ ഇത് വരുന്നുണ്ട് കേട്ടോ, സ്മെല്ല്. ഞാൻ പണ്ട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു കേട്ടോ, AKG നഗർ, കണ്ണടിക തന്നെ, മുഷ്ട്രി അൽത്തഫ്. അതിൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ബിരിയാണി ജസ്റ്റ് ഞാൻ പോകുന്ന മുമ്പ് എല്ലാം കുക്ക് ചെയ്ത് വെച്ചു. പക്ഷെ ഓൾറെഡി പകുതി പാചകം ആയിക്കഴിഞ്ഞു. അപ്പം നമുക്ക് ആ സ്മെല്ല് കിട്ടില്ല. ആ സ്മെല്ല് വെച്ചിട്ട് ഞാൻ കുറേ സാധനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും. പിന്നെ അതിനുശേഷം ഇന്നേ വരെ ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരി ഇപ്പം ആന്ധ്രയിലെ വിശാഖപട്ടണം ലൈക്ക് ഒരു എന്താ പറയുക 5 സ്റ്റാർ ഹോട്ടലിനെ കണ്ട ഷെഫാണ്. മൈ ക്ലോസ് ഫ്രണ്ട്. അപ്പോൾ ഇനി ഇലയൊക്കെ ഏതാണ്ട് വാടി. പക്ഷേ ഇലയുടെ ഇതെന്ന് വെച്ചാൽ ഇതെടുക്കുമ്പോൾ നമുക്കിങ്ങനെ പൊടിഞ്ഞു വരണം. ഈർപ്പം അത്രയും പോയിട്ട് ഡീഹൈഡ്രേറ്റ് ആവണം. ഇലയിൽ നിന്ന് ഈർപ്പത്തിൻ്റെ അംശം കുറച്ച് പോലും ഉണ്ടാകാൻ പാടില്ല. അപ്പം ചെറിയ തീയിൽ അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കുക, ഡ്രൈ ആയിട്ട്. ഇപ്പം ഇല എടുക്കുമ്പോഴത്തേക്ക് കാണുന്ന നമുക്ക് ഈർപ്പമുണ്ട്, തൊടുമ്പോൾ തന്നെ അറിയാം. അത് കുറച്ച് നേരം ഇരുന്ന് പോകണം. ഇതുപോലെ ആയിട്ടില്ല കേട്ടോ. നമുക്ക് ഇല പിടിക്കുമ്പോൾ ഇങ്ങനെ അറിയാം. ഇത് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കില്ലേ നമ്മൾ കൈയിട്ട് ഇങ്ങനെ ഒരു 2 വിരലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഞവിടുകയാണെങ്കിൽ പൊടിയായിട്ട് വരും. അതാണ് അതിൻ്റെ സ്റ്റേജ്. കുക്കായി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാലങ്ങളോളം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വയ്ക്കുവാണെങ്കിൽ മേക്ക് ഷുവർ ഒരിക്കലും ഈർപ്പം ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ക്ലൈമറ്റ് ഹ്യൂമിഡിറ്റി കൂടുതലാണ്, കാലാവസ്ഥയിൽ ഈർപ്പമുണ്ട്. അപ്പം പെട്ടെന്ന് ചീത്തയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഹ്യൂമിഡിറ്റി കുറവുള്ള സ്ഥലത്ത് ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിലും അതൊന്നും ചെയ്യത്തില്ല. പിന്നെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നതും യൂസ് ചെയ്യുന്നതൊക്കെ പെട്ടെന്ന് തന്നെ തീരും. അധികം ദിവസമൊന്നും ഉണ്ടാകത്തില്ല. വെച്ച് അങ്ങ് കീപ്പ് ചെയ്യാനായിട്ട് കുറേ ദിവസമൊന്നും കാണത്തില്ല. ഭയങ്കര ക്ഷമയോടെ ചെയ്യണം, ചെറിയ തീയിൽ. ഇപ്പോൾ അത് ഒരു ഇല എടുക്കുകയാണെങ്കിൽ ഇത് പൊടിഞ്ഞിട്ടില്ല, പക്ഷെ ചിലതൊക്കെ ഇതിനകത്ത് ആവുന്നുണ്ട്. ഇപ്പം ഞാൻ എന്തുമാത്രം ഇട്ട് നോക്കിയ ഇല എന്തെങ്കിലും കാണുന്നുണ്ടോ? പേരിന് അവിടെ 1-2 അപ്പം നാട്ടിൽ ഇഷ്ടംമാതിരി മുരിങ്ങയില കിട്ടും. അത് കിട്ടുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് ചെയ്യുക. ഇത് കണ്ടോ പൊടിഞ്ഞു പോകുന്നത്? സോ ഇതുപോലെ വരണം എല്ലാ ഇലയും. കുറച്ച് ലൈറ്റ് ബ്രൗൺ ആവുന്നവർ ഈ ദാലില്ലേ, ലെൻറ്റിൽസ് എല്ലാം ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ അതിനുശേഷം നമുക്ക് മല്ലി, ഇത് മൂത്തത്തോടുള്ള മല്ലിയാണ് ഇടുന്നത്.
അതിൻ്റെ കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് റെഡിയാക്കാം. നോക്കി ഇതിൻ്റെ കണ്ടീഷൻ ഇതായി. ഞാൻ നേരത്തെ പറഞ്ഞത് ഇലയുടെ ഒരു ഇത് എടുക്കുമ്പോൾ പൊടിയാവുന്നു കണ്ടോ, ഇങ്ങനെ കൈ കൊണ്ട് ഞവിടുമ്പോഴത്തേക്ക് ഇതാണ് ഇതിൻ്റെ പെർഫെക്ഷൻ. ഇനി ഇതിലേക്ക് മല്ലി ആവശ്യത്തിന് തട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും കൈക്കണക്കാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ ഒരു മെഷർമെൻറ്റ് പരിപ്പ് മാത്രമേ പറഞ്ഞുള്ളൂ, ബാക്കിയൊന്നും മെഷർമെൻറ്റായിട്ട് പറയുന്നില്ല. പിന്നെ ഇതിൻ്റെ തൊലിയൊന്നും എടുക്കേണ്ട വെളുത്തുള്ളി ഒരു വലിയൊരു ഇതാണ് എടുത്തിരിക്കുന്നത്, പ്ലസ് വറ്റൽ മുളക് എരിവിനനുസരിച്ചിട്ട് എടുക്കണം. എനിക്കിത് തികയത്തില്ല, ആകെ കൂടി അത്ര ഉണ്ടായിരുന്നുള്ളൂ. കാശ്മീരി ചില്ലി, പിരിയം മുളക്, ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പൊടിയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ആക്കണം. അപ്പോൾ ഈ ചൂടിൽ തന്നെ ഇതെല്ലാം ഒന്ന് വാടി കിട്ടും. പുളി ഒരു നാരങ്ങയുടെ സൈസിന് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ആ ചൂടിൽ തന്നെ അത് ചെറുതായിട്ടൊന്ന് പിടിച്ചോളും. എത്ര മല്ലിയൊക്കെ ഇടുമ്പോഴേക്കില്ലേ, മല്ലി വറുക്കുമ്പോൾ മണം വേറൊരു മണം വരും, അറിയോ? ആ സ്മെല്ല്. എനിക്കൊരു പാട്ട് ഓർമ്മയായിരുന്നു, സ്വർഗത്തിലോ. ഇതൊക്കെയാണ് സ്വർഗം. എൻജോയ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളില്ല. ചില മണമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫുഡിൻ്റെ ആണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചുണ്ടാക്കുന്ന ഒരു ഫുഡ് അതിൻ്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഒരു എന്താ പറയുക, സ്വർഗത്തിൽ പോയ ഫീല്. എനിക്കങ്ങനെയാണ് കേട്ടോ. മല്ലിയൊക്കെ ആയിട്ടുണ്ട്, നല്ല സ്മെൽ വരുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവർ, നല്ലൊരു അറോമ. ഇനി ഈ ചൂടിൽ ഇച്ചിരി നേരം ഞാൻ അണക്കുവാണ്. ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ട് പിന്നെ മുളക് പൊടി അവസരം ഫൈനലായിട്ട് ഇടാം, അല്ലെങ്കിൽ ചൂട്ടിലിട്ട് കഴിയുമ്പോഴത്തേക്ക് പുകയാൻ തുടങ്ങും. അതിൽ കായവും ഉപ്പും കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. സോ ഇനി ഇടാൻ ബാക്കിയുള്ളത് പൊടികളും മുളക് പൊടിയും ഉപ്പും കായവും. അത് ഫൈനലായിട്ട് ലാസ്റ്റ് മിക്സിയിൽ അടിക്കുമ്പോഴത്തേക്കും ഇടാം നേരിട്ട്. വിഷക്കൊന്ന് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ആയി കിട്ടി അത്രയും സന്തോഷം തോന്നും. വിഷന്ന് തൂമ്പ് പോലെ ഇരിക്കും. ഇത് ആക്ച്വലി എനിക്കില്ല, ഇല കുറഞ്ഞു പോയി. ഇല കൂടുതലുണ്ടായിരുന്നെങ്കിൽ, ഒത്തിരി ഇല ഉണ്ടായിരുന്നെങ്കിലേ ഇത് കളർ എൻ്റെ ഗ്രീൻ കളറാണ് വരാൻ പോകുന്നത് മുരിങ്ങയിലയുടെ. പക്ഷെ എനിക്കിപ്പോൾ ഏത് കളർ കിട്ടുമെന്ന് അറിയില്ല, കാരണം ഇതിൻ്റെ ഇലയുടെ ക്വാണ്ടിറ്റി തീരെ കുറവാണ്. പേരിന് അവിടെ ഇവിടെ 1-2 ഇങ്ങനെ കിടക്കുന്നു, ഇത്രേ ഉള്ളൂ. എന്താ പുളി ഇട്ടിട്ട് ഞാൻ എടുത്തിട്ട് ഉടച്ചു എന്നിട്ട്. ഇനി ഇത് നല്ലോണം തണുക്കണം. തണുത്തതിന് ശേഷം മിക്സിയിൽ ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മിക്സി എല്ലാം കൂടി തെറിച്ച് മുകളിലോട്ട് വരും. ഓക്കെ, ഏതായാലും കുക്കായിട്ടുണ്ട്, സ്റ്റൗവെല്ലാം അണച്ചിട്ടുണ്ട്. അപ്പം പൊടിക്കാറാകുമ്പോഴത്തേക്ക് വരാം. അപ്പോഴത്തെ ഞാൻ പൊടികൾ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ലോണം തണുത്തിട്ടുണ്ട് കേട്ടോ, നല്ലോണം തണുത്തു. ഇതൊക്കെ ഇനി പൊടിച്ചെടുക്കേണ്ട താമസം. മിക്സിയിൽ ഇതിലിട്ടിട്ടാണ് പൊടിക്കാൻ പോകുന്നത്. എല്ലാം കൂടി ഇതിലോട്ട് തട്ടി കൊടുക്കാം. വെയിറ്റ് ചെയ്യാൻ ഒട്ടും ക്ഷമയില്ല എനിക്ക്. ഒട്ടും ചൂടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കൈയിട്ട് ഇങ്ങനെ
എടുക്കുന്നത്. കായമൊക്കെ അല്ലേ അവിടെ കിടക്കട്ടെ. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇടാം. ഇനി എന്താ ചെയ്യേണ്ടത്? മിക്സിയിലിട്ട് അടിക്കണം. ആദ്യം പൾസറിലിട്ട് ഒന്ന് കറക്കിയിട്ട് ഒന്ന് പൊടിയതിന് ശേഷം പിന്നെ ഫൈൻ പൗഡറായിട്ട്. ഫൈൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, തരിത്തിരിയായിട്ട് കിട്ടിയാലും മതി. തരിത്തിരിയായിട്ട് കഴിക്കുമ്പോഴല്ലേ നമുക്ക് ഫുഡ് വായിൽ വെച്ച് കഴിക്കുമ്പോൾ ചോറിൻ്റെ കൂട്ടത്തിൽ ചവയ്ക്കാൻ കിട്ടും. അതിനേക്കാളും ബെസ്റ്റ് ഫൈൻ പൊടി ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സീവ് ഉണ്ടെങ്കിൽ ഫൈൻ പൗഡർ ഇങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് വെച്ച് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള ഗ്രെയിൻസ് മാത്രം എടുത്ത് ഒന്നേന്ന് പൊടിച്ചാൽ മതി. അപ്പം എനിക്ക് ആ സംഭവം ഉണ്ട്, പക്ഷേ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. നോക്കട്ടെ. ഭയങ്കര ശബ്ദം. പച്ചിലയുടെ പച്ചക്കളർ കിട്ടുമെന്ന് നോക്കുവാണ്, കിട്ടൂല. എന്തായാലും കാണിച്ചു. സോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. തരിതരിയായിട്ട് പൊടിഞ്ഞു കിട്ടി, അല്ലാണ്ട് ഫൈൻ ഇതായിട്ട് ആയിട്ടില്ല. ഒന്നും കൂടി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചെയ്യണം. പക്ഷെ ഗ്രീൻ കളർ ഇല്ല കേട്ടോ. മണമാണെങ്കിൽ നന്നായിട്ട് വരുന്നുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ടില്ല. എല്ലാ ധാന്യങ്ങളും വറുത്തിട്ടല്ലേ ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ മണം അറിയാമല്ലോ നമുക്ക്. എന്താ ടേസ്റ്റ് എന്ന് പറയുമോ? ഇതിൻ്റെ കൂട്ടത്തിൽ പൊരിക്കടല ഉണ്ടെങ്കിൽ നമ്മൾ ഈ മിക്സ്ചറിലൊക്കെ എടുക്കില്ലേ ആ സാധനം, പൊട്ടുകടലോ എന്താ പൊരിക്കടല എന്താ പറയുന്നത്, ആ ഇത് ഉണ്ടെങ്കിൽ ഒരു 1/2 കിലോ അല്ലെങ്കിൽ 1/4 കിലോ ഉണ്ടാക്കുന്ന പാക്കറ്റ് എടുക്കുന്നതിൻ്റെ അനുസരിച്ചിട്ട് അതും കൂടി ഇട്ട് പൊടിക്കുകയാണെങ്കിൽ നല്ല ഫൈൻ പൗഡറായിട്ട് നല്ല എമ്മി ടേസ്റ്റാണ് കേട്ടോ. സി ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ് നൗ. നേരത്തെ മുളക് പൊടി ഇതിലെവിടെയാ ഗ്രീൻ, എവിടെയാ മുരിങ്ങയില, ഒന്നും കാണുന്നില്ല. ഓക്കെ, ഇത് ഇനി കുറച്ച് തണുത്തതിന് ശേഷം ഞാൻ ഈ ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് വയ്ക്കാൻ പോവുകയാണ്. ആവശ്യത്തിന് എടുത്താൽ മതി. ഇപ്പം എല്ലാത്തിൻ്റെയും ഇച്ചിരി ഉപ്പ് കൂടുതലായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എനിക്ക്. ചോറിൻ്റെ കൂട്ടത്തിലിട്ട് വരുമ്പോഴത്തേക്ക് ഓക്കെ ആയിരിക്കും. ഞാനിട്ട് ഉപ്പ് ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. ഇൻ കേസ് അങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നാളെ കുറച്ച് പരിപ്പും കൂടി എടുത്തിട്ട് അല്ലേ വറുത്തതിന് ശേഷം പൊടിച്ചിടും, അപ്പം കറക്റ്റാവും. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ ഇത് കണ്ടോ, ഇത് മാതിരിയാണ് കിട്ടിയത്. ആലിപ്പഴോ? കൈയോടെ എടുക്കാൻ നിൽക്കുക. ഐസ് കല്ല് വീഴുന്നുണ്ടോ തറയിൽ? ആലിപ്പഴം കാണുന്നുണ്ടോ? ആ ഇതിനകത്ത് നോക്കി അറിയാൻ പറ്റും. ലൈക്കണോ കല്ലുകൾ കണ്ടോ തെറിച്ച് പോകുന്നത്? ഇങ്ങോട്ട് വരുന്നില്ല ഒന്നും, ഭയങ്കര തണുപ്പ്. ഇനി അകത്ത് കയറട്ടെ, അല്ലെങ്കിൽ രക്ഷയില്ല. അങ്ങനെ ഈ പൊടി ഞാനൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്തു വെച്ചു. ഇതിനകത്ത് കുറച്ച് ചോറിട്ട് വരവി നെയ്യും കൂടി ഇട്ടിട്ട് കഴിക്കാം ചൂടോടെ. നമുക്ക് ടേസ്റ്റിംഗ് ടൈം ഇന്ന് ചട്ടിയിലാക്കാം. അപ്പോൾ ചോറ് ഇടണം കേട്ടോ. നമ്മുടെ ചട്ടി ഇച്ചിരി വലുതായിപ്പോയി. ജസ്റ്റ് ഓക്കെ, നെയ്യ് എടുക്കാം. കുറച്ച് നെയ്യ്, പക്ഷേ ഈ പൊടി തികയത്തില്ല. ഞാൻ അതിലേക്ക് കുറച്ചും കൂടി പൊടി എടുക്കേണ്ടി വരും.
ഈ പാറ്റേണിലൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. എല്ലാം യുനോ നമ്മുടെ നാട്ടിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അങ്ങനെയല്ല പറയുന്നത്. പണ്ടെങ്ങാണ്ട് പഠിച്ചിട്ടുണ്ട്. എല്ലാം വേണം. നമ്മുടെ രാജ്യത്തിൽ എത്ര സ്റ്റേറ്റ്സാണ് ഉള്ളത്? എല്ലാവരുടെ ഫുഡും എല്ലാവരും മനസ്സിലാക്കി ടേസ്റ്റ് ചെയ്ത് ഇരിക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ചും കൂടി പൊടിയെടുക്കാം. സോ ഇത് വലിയ ഇതായിട്ട് കഴിക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ ആദ്യം ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ചൂട് ചോറ് എടുക്കുമ്പം പൊടി, പിന്നെ നെയ്യ്, അതിനുശേഷം ആവക്കായ് പിക്കിളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ. പിന്നെ എന്താ കേരള സ്റ്റൈലിൽ മാത്രമല്ല ഫുഡ് ഇവിടെ കഴിക്കുന്നത്. എല്ലാം കൂടി സൈഡിൽ വെച്ചിട്ട് അങ്ങനെ കഴിക്കുകയല്ല. ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈക്ക് ദാൽ, അല്ലെങ്കിൽ പിന്നെ ഫൈനലി രസം, പിന്നെ ഏറ്റവും ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഫുഡ് തൈര് വെച്ചിട്ട്. എന്ന് പറയുന്നതൊക്കെ തെറ്റുന്ന എൻ്റെ വായിൽ വെള്ളം വരിക. സോ അപ്പം ഒരു ഉരുള പൊടിയിട്ട് എല്ലാം കൊണ്ട് തൂത്തുവരി എടുത്തു. ഒന്നും കളയരുത് കേട്ടോ. ഇതിനകത്ത് ഇരിക്കുന്ന ടേസ്റ്റ് എന്ത് ടേസ്റ്റ് എന്നറിയോ ചട്ടിയിലിരുന്ന് കഴിക്കുന്നത്. അപ്പം ജസ്റ്റ് ഒരു ഉരുളെടുക്കുക ചൂടോടുകൂടി. നേരത്തെ ഞാൻ ഉപ്പ് കൂടിയെന്ന് പറഞ്ഞത് ഉപ്പ് കാണാനില്ല. ഇനി കുറച്ച് ഉപ്പിടണമെന്നൊരു തോന്നല്. ബട്ട് ടേസ്റ്റ് ലൈക്കിനും നല്ല ടേസ്റ്റ്. നമ്മുടെ സാധാരണ അറിയുന്ന പൊടികളൊക്കെ തന്നെയാണ് ലൈക്ക് യൂസ് ചെയ്തിരിക്കുന്ന റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ആ ധാന്യങ്ങളൊക്കെ വറുത്തിട്ട് പൊടിച്ച് ചോറിൻ്റെ കൂടെ നെയ്യിട്ട് കഴിക്കുമ്പോഴത്തേക്ക് ശരിക്കും ഉപ്പില്ല കേട്ടോ. ഉപ്പ് ഒട്ടും ഇല്ല. ഞാൻ വിചാരിച്ചു ഇനി നാളെ പൊടിച്ച് വല്ലത് ലൈക്കിനോ എക്സ്ട്രാ വേറെ പരിപ്പ് എന്തെങ്കിലും പൊടിച്ചിടേണ്ടി വരുമെന്ന് വിചാരിച്ചു. മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ചോറിനകത്ത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് ഉപ്പ് ഒട്ടും കിട്ടുന്നില്ല. ഉപ്പില്ല, എരിവില്ല, പുളിയായിട്ട് കിട്ടുന്നില്ല. ഈ ഒരു ബട്ടറി ടേസ്റ്റ് അത് തന്നെയാണിത്. ഒരാൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറയാം. ജയ്ദീപ് ഞങ്ങൾക്കാണോ പൊടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. എന്താ ടേസ്റ്റ്? ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ളത് വേറൊരാൾക്കും ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. കൊള്ളാം. കമന്റ് ഒന്നും ഇല്ല എന്ന് പറയാൻ. കൊള്ളാം. ഓക്കെ, അവരൊക്കെ അത്രേ പറയത്തുള്ളൂ. എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്കും അറിയില്ല. എനിക്കേ അറിയത്തില്ല, പിന്നെയാണ് അവർക്ക്. ഉപ്പില്ല കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഉപ്പില്ല. ഞാൻ വിചാരിച്ചു ഉപ്പ് കൂടുതലാണെന്നുള്ളൂ. ഉപ്പ് ഒട്ടും ഇല്ലല്ലോ. ഇനി എന്താ, ഇനി ഒന്നും ഇല്ല ഇതിനകത്ത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. മുരിങ്ങയില കൂടുതൽ കിട്ടുകയാണെങ്കിൽ ആ ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തിട്ട് ലൈക്കണോ അതിനകത്ത് ഈർപ്പം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. നല്ലോണം കഴുകിയിട്ട് ഒന്ന് ഒരു ലൈക്ക് ഒരു ടവലോ അല്ലെങ്കിൽ ഒരു പേപ്പറോ വിരിച്ചിട്ടിട്ട് പായോ വിരിച്ചിട്ടിട്ട് ആ ഇല ഒന്ന് ഉണക്കുക. നമ്മുടെ സൂര്യൻ്റെ ഇതിൽ എന്നിട്ട് ഉണങ്ങി കിട്ടുമ്പോഴത്തേക്ക് പിന്നെ ആ പൊടി അത് കൊണ്ടുവന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈർപ്പൊട്ടും കാണാതെ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊടിയായി വരണം. നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ 2 വിരലിൻ്റെ ഇടയിൽ പിടിക്കുമ്പോഴത്തേക്കിന് പൊടിയായിട്ട് പൊടിഞ്ഞു വരണം. ഈർപ്പം ഇല്ല എന്നുള്ളത് ഡീഹൈഡ്രേറ്റായി അത് കറക്റ്റായിട്ട് സ്റ്റോറിങ് കപ്പാസിറ്റി ലൈക്ക് ഷെൽ എന്താ പറയുന്നത് ഷെൽ ലൈഫ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പൂപ്പൽ പിടിച്ച് ചീത്തയാവും. ഇല ഇടുന്നുണ്ട്. ഇല ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കി ധാന്യങ്ങൾക്ക് വറുത്ത് കഴിഞ്ഞ് പൊടിച്ച് വയ്ക്കാൻ ചീത്തയൊന്നും ആകത്തില്ല. അപ്പം ശരി, ബൈ.